എല്ലാവർക്കും പ്രത്യാശയുടെ മഹോത്സവമായ ഈസ്റ്ററിൻ്റെ ആശംസകൾ. ഈ ഈസ്റ്റർ കാലം വിവാദങ്ങളുടെ ഒരു കാലഘട്ടമായിരുന്നു. അതിൻ്റെ കാരണം കേരളത്തിലെ BJPയുടെ നേതാക്കൾ ക്രൈസ്തവ മതമേലധ്യക്ഷന്മാരെ സന്ദർശിച്ചതും പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ഡൽഹിയിലെ സേക്രഡ് ഹാർട്ട് കത്തീഡ്രൽ സന്ദർശിക്കുകയും അവരോടൊപ്പം പ്രാർത്ഥനയിൽ ചെലവഴിക്കുകയും ചെയ്തതും സീറോ മലബാർ സഭയുടെ ആത്മീയാചാര്യനായ മാർ ജോർജ് ആലഞ്ചേരി ഇന്ത്യയിലെ ക്രൈസ്തവരെക്കുറിച്ചും BJPയുമായുള്ള ബന്ധത്തെക്കുറിച്ചും ചില ശുഭകരമായ പരാമർശങ്ങൾ നടത്തിയതും ഡൽഹി ആർച്ച് ബിഷപ്പ് മാർ കുര്യാക്കോസ് ഭരണികുളങ്ങര പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിൽ തികഞ്ഞ ആഹ്ലാദം പ്രകടിപ്പിച്ചതിനെക്കുറിച്ചുമുള്ള വാർത്തകളായി. പതിവ് പോലെ ക്രൈസ്തവ നേതാക്കൾ BJPയുടെ നേതാക്കളോട്, രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രിയോട് ആശയവിനിമയത്തിന് ശ്രമിക്കുന്നത് ഈ നാട്ടിലെ ചില മാധ്യമങ്ങളെയും ചില രാഷ്ട്രീയ പാർട്ടിയുടെ വക്താക്കളെയും ഒക്കെ ആശങ്കാകുലരാക്കുകയുണ്ടായി. രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കുണ്ടാവുന്ന ആശങ്ക സ്വാഭാവികമാണ്. കാരണം വോട്ടിലാണ് അവരുടെയൊക്കെ ശ്രദ്ധ. രാജ്യം ഭരിക്കുന്ന ഒരു പാർട്ടിയെക്കുറിച്ച്, പ്രധാനമന്ത്രിയെക്കുറിച്ച് നല്ല കാര്യങ്ങൾ പറഞ്ഞാൽ അതുടനെ വോട്ട് ബാങ്ക് രാഷ്ട്രീയവുമായി ബന്ധപ്പെടുത്തി അതിനെയൊക്കെ ദുർവ്യാഖ്യാനം ചെയ്യുക എന്നുള്ള പ്രവണത കുറച്ചു കാലങ്ങളായി ഉയർന്നു വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കർഷക പ്രശ്നത്തെക്കുറിച്ച് സംസാരിച്ച തലശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനിയുടെ വാക്കുകളെയും പതിവ് പോലെയുള്ള വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തോട് ബന്ധപ്പെടുത്തി ദുർവ്യാഖ്യാനം ചെയ്ത് വിവാദമുണ്ടാക്കിയത്. വിവാദങ്ങളുടെ പുകമറ സൃഷ്ടിക്കുക എന്നുള്ളത് ചില ആളുകളുടെ സ്ഥിരം വിനോദമായിട്ട് മാറിയിരിക്കുകയുമാണ്. ഇവിടെ BJP നേതാക്കൾ ക്രൈസ്തവ സഭകളോട് കാണിക്കുന്ന സൗഹാർദ്ദത്തെ, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ക്രൈസ്തവ ദേവാലയ സന്ദർശനത്തെയൊക്കെ അപലപിക്കുന്ന ഒരു വലിയ വിഭാഗത്തെ നമുക്ക് അവഗണിക്കാൻ പറ്റില്ല. അവർ ഉയർത്തുന്ന ചില ശക്തമായ ആരോപണങ്ങൾ: ഒന്ന്, ഭാരതത്തിൽ കഴിഞ്ഞ 2022 മാത്രം 500-ലധികം ക്രൈസ്തവ സ്ഥാപനങ്ങൾക്കു നേരെ തീവ്ര ഹൈന്ദവ നിലപാടുകളുള്ള പരിവാർ സംഘടനകളാലോ അവയുടെ പക്ഷം ചേരുന്ന സംഘടനകളാലോ ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയിരിക്കെ എങ്ങനെയാണ് ഭാരതത്തിൽ ക്രൈസ്തവർ സുരക്ഷിതരാണ് എന്ന് പറയാൻ കഴിയുന്നത്? ഇതേ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യം ഭരിക്കുമ്പോൾ ഭാരതത്തിലെ ക്രൈസ്തവർ ഇങ്ങനെ വേട്ടയാടപ്പെടുമ്പോൾ എങ്ങനെയാണ് അദ്ദേഹത്തെ സൗഹാർദ്ദത്തോടെ സ്വീകരിക്കാൻ പറ്റുന്നത്? ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ, കാൻഡമാനിലെ കലാപത്തെക്കുറിച്ച്, സ്റ്റാൻ സ്വാമിയുടെ രക്തസാക്ഷിത്വത്തെക്കുറിച്ച് ഒക്കെ പരിവാർ സംഘടനകൾക്ക്, RSSന് അതിൻ്റെ പിറകിലുള്ള കൃത്യമായ അജണ്ടകളെ കുറിച്ചൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് BJP രാഷ്ട്രീയത്തോടോ അല്ലെങ്കിൽ അതിൻ്റെ നേതാക്കളോടോ ഒക്കെയുള്ള സൗഹാർദ്ദപരമായ ആശയവിനിമയത്തെ ഒരു പക്ഷം എതിർക്കുന്നത്. ഈ എതിർപ്പിന്റെ പിറകിൽ ഒരു പുരോഗമന ഇടതുപക്ഷ രാഷ്ട്രീയമുണ്ട്. അതിൻ്റെ പിറകിൽ പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ രഹസ്യ അജണ്ടകൾ നടപ്പിലാക്കാൻ വ്യഗ്രതപ്പെടുന്ന ആളുകളുടെ ശ്രമങ്ങളുണ്ട്. ഇതൊക്കെ നമ്മൾ കാണുന്നുമുണ്ട്. ഇവിടെ നമ്മൾക്ക് മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഭാരതത്തിൽ ബഹുഭൂരിപക്ഷം വരുന്ന ഹൈന്ദവ സമൂഹത്തോട്, 80% വരുന്ന ഹൈന്ദവ സമൂഹത്തോട് ഒരു തുറന്ന യുദ്ധത്തിൽ ഏർപ്പെട്ടുകൊണ്ട് അവർക്കെതിരെ ഒരു വൈരാഗ്യ ബുദ്ധിയോടുകൂടി എങ്ങനെയാണ് ഇന്ത്യയിലെ ക്രൈസ്തവർക്ക്, 2% വരുന്ന ക്രൈസ്തവർക്ക് നിലനിൽപ്പ് സാധ്യമാവുന്നത്? ഇവിടെ ഭൂരിപക്ഷ സമുദായത്തോട്, മതത്തോട് സൗഹാർദ്ദപരമായ ആശയവിനിമയത്തിലൂടെയും സംവാദത്തിലൂടെയും തുറന്ന ചർച്ചകളിലൂടെയും മാത്രമാണ് ന്യൂനപക്ഷങ്ങൾക്ക് ഇവിടെ സുരക്ഷിതമായി ജീവിക്കാൻ പറ്റൂ. ഒരുപക്ഷെ BJP നേതാക്കളുടെ ഇപ്പോഴുള്ള ക്രൈസ്തവ സഭകളുടെ ആത്മീയാചാര്യന്മാരോടുള്ള ആശയവിനിമയത്തെ സംവാദത്തിന്റെ പുതിയ സാധ്യതകളായി തന്നെ മനസ്സിലാക്കേണ്ടതുണ്ട്. സുവിശേഷവൽക്കരണത്തെക്കുറിച്ചുള്ള ഔദ്യോഗികമായ വത്തിക്കാന്റെ തന്നെ പ്രബോധനങ്ങളിൽ സംവാദത്തിന്റെ അനിതര സാധാരണമായ സ്ഥാനത്തെക്കുറിച്ചും പ്രസക്തിയെക്കുറിച്ചും വളരെ കൃത്യമായി പറയുന്നുമുണ്ട്. നമുക്കിവിടെ വേണ്ടത് സൗഹാർദ്ദപൂർവമായ ആശയവിനിമയമാണ്. ക്രൈസ്തവർ, അത് കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിലെ ഏത് പ്രദേശങ്ങളിലുമുള്ള ക്രൈസ്തവർ ഇവിടെയുള്ള ഹൈന്ദവ സമൂഹത്തിന് ഭീഷണിയല്ലെന്നും ക്രൈസ്തവ സ്ഥാപനങ്ങൾ ഈ ദേശത്തിന്റെ സമഗ്രമായ പുരോഗതി ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നതാണെന്നും
മതമാറ്റം ഒരു ലക്ഷ്യമല്ലെന്നുമുള്ള കൃത്യമായ ആശയവിനിമയങ്ങളാണ് ഇനിയത്തെ കാലത്ത് ക്രൈസ്തവ സമൂഹം സുരക്ഷിതമായി ഇന്ത്യയിൽ ജീവിക്കാൻ നടപ്പിലാക്കേണ്ടത്. തീവ്രവാദ പ്രസ്ഥാനങ്ങളുടെ വളർച്ചയുടെ പശ്ചാത്തലത്തിൽ രാജ്യസുരക്ഷയ്ക്ക് തന്നെ ഭീഷണിയാവുന്ന അനേക സംഘങ്ങൾ വളർന്നു വരുന്ന ഒരു പശ്ചാത്തലത്തിൽ തീർച്ചയായിട്ടും ഇതര മതങ്ങളോട് സൗഹാർദ്ദപൂർവമായൊരു സംവാദവും സംഭാഷണവും ക്രൈസ്തവ സഭയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യമാണ്. അങ്ങനെയെങ്കിൽ BJPയുടെ RSSന്റെ നേതാക്കൾ ക്രൈസ്തവ സഭകൾ സന്ദർശിക്കുമ്പോൾ അവരോട് നമുക്ക് പറയാനുള്ള ഏറ്റവും വിശാലമായ ഒരു അവസരം തുറന്നു കിട്ടുകയാണ് ഇന്ത്യയിലെ ഗ്രാമപ്രദേശങ്ങളിലെ ഉത്തരേന്ത്യയിലെ ക്രൈസ്തവർ അനുഭവിക്കുന്ന ഭീകരമായ പീഡന പർവ്വങ്ങളെക്കുറിച്ച്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഈസ്റ്റർ ദിന സന്ദർശനത്തിൽ നമ്മൾ കാണേണ്ട ഏറ്റവും പ്രത്യാശയുള്ള കാര്യം ഭാരതത്തിലെ ഏറ്റവും ചെറിയ ന്യൂനപക്ഷങ്ങളിൽ ഒന്നായ ക്രൈസ്തവരുടെ ഏറ്റവും വലിയ ആഘോഷത്തോട് അദ്ദേഹം കാണിച്ച ഐക്യദാർഢ്യമാണ്. ഇതൊരവസരമാണ്. ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം വരുന്ന ക്രൈസ്തവ മേഖലകളിൽ ക്രിസ്ത്യാനികൾ നേരിടുന്ന വിവേചനത്തെക്കുറിച്ചും ക്രിസ്ത്യാനികൾ നേരിടുന്ന പീഡനങ്ങളെക്കുറിച്ചും പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്താനുള്ള ഏറ്റവും നല്ല ഒരു അവസരമായിട്ട് ഇതിനെ കാണുകയാണ് വേണ്ടത്. മറിച്ച് ഇതിനെ വോട്ട് ബാങ്ക് രാഷ്ട്രീയവുമായി ബന്ധപ്പെടുത്തി BJPയും അല്ലെങ്കിൽ ഹൈന്ദവ സംഘടനകളും ക്രിസ്തുമതവും തമ്മിൽ ഇവിടെ ഒരു ശത്രുത ഉണ്ടാവണം, ഒരിക്കലും ചേർന്നു പോകാൻ പാടില്ല എന്നുള്ള നിർബന്ധബുദ്ധി ആർക്കാണുള്ളത്? കഴിഞ്ഞ 2000 വർഷം മുമ്പ് ഭാരതത്തിലെത്തിയ ക്രൈസ്തവ മതത്തെ തുറന്ന ഹൃദയത്തോടെ സ്വീകരിച്ച, ഭൂമിയും വസ്തുവകകളും നൽകി ഇവിടെ വ്യവസ്ഥാപിത മതത്തിന്റെ രീതിയിൽ വളർന്നു വരാൻ സഹായിച്ച ഹൈന്ദവ മതത്തോടും അതിന്റെ ആശയങ്ങളോടും എന്തിനാണ് ക്രിസ്ത്യാനികൾ, ക്രൈസ്തവ സഭകൾ, മതമേലധ്യക്ഷന്മാർ അനാവശ്യമായ വൈരാഗ്യബുദ്ധി കാണിക്കേണ്ടത്? ഹൈന്ദവ സഹോദരങ്ങളുടെ സഹിഷ്ണുതയിലും വിശാല ഹൃദയത്തിലും തന്നെയാണ് ഭാരതത്തിൽ ക്രൈസ്തവ സഭകൾ എല്ലായിടത്തും വളർന്നത് എന്നുള്ളത് നമുക്ക് എങ്ങനെ മറക്കാൻ പറ്റും? അതുകൊണ്ട് ഇത് സംവാദത്തിന്റെ കാലമാണ്, സംഭാഷണത്തിന്റെ കാലമാണ്. ഇത്തരം സന്ദർശനങ്ങളെ അങ്ങനെയുള്ള തുറന്ന സാധ്യതകളായിട്ട് മനസ്സിലാക്കുകയാണ് ശരിയായ രീതിയിൽ ചെയ്യേണ്ടതെന്നുള്ളതാണ് സത്യം. മറ്റൊരു കൂട്ടരുടെ ആരോപണം, അത് തികച്ചും ദുരുദ്ദേശപരമായ ഒരു ആരോപണമാണ്. ക്രൈസ്തവ സഭകളുടെയോ രൂപതകളുടെയോ ആത്മീയാചാര്യന്മാരുടെ പേരിൽ പലരും ആരോപിക്കുന്ന ചില കുറ്റകൃത്യങ്ങളുടെ, സാമ്പത്തികമായ ക്രമക്കേടുകളുടെ ഒക്കെ മൂടിവെക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് ഇത്തരമുള്ള ബാന്ധവം എന്നുള്ള ആരോപണം യഥാർത്ഥത്തിൽ പുരയ്ക്ക് തീ പിടിക്കുമ്പോൾ കഴുക്കോലൂരിയെടുക്കുന്ന തരത്തിലുള്ള കുൽസിത പ്രവൃത്തിയായിട്ടേ മനസ്സിലാക്കേണ്ടതുള്ളൂ. യഥാസമയം ഗവൺമെന്റ് നിർദ്ദേശിക്കുന്ന എല്ലാ ഓഡിറ്റിങ്ങുകൾക്കും വിധേയമാകുന്ന സഭയുടെയും സഭാ സ്ഥാപനങ്ങളുടെയും മേൽ അവിടങ്ങളിലെല്ലാം എന്തോ ഗൗരവമായ ക്രമക്കേടുകൾ നടക്കുന്നു, അതെല്ലാം നിരന്തരം പൂഴ്ത്തിവെച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ള വളരെ മോശമായ ഒരു ഇമേജ് സൃഷ്ടിച്ചെടുക്കുന്നതിന് മാത്രമേ സഭയ്ക്കുള്ളിൽ നിന്നുകൊണ്ട് ഇപ്പോൾ ഈ സഭയെ ശരിയാക്കി കളയും എന്ന വലിയ ആദർശനിഷ്ഠ പുലർത്തുന്ന ആളുകളുടെ സംസാരങ്ങൾ കൊണ്ട് ഉണ്ടാകാൻ പോകുന്നത് ഈ സഭയ്ക്കുള്ളിൽ തന്നെ വലിയ ക്രമക്കേടുകൾ ഉണ്ടെന്ന് പുറം ലോകത്തോട് കൊടുക്കാവുന്ന വലിയൊരു തെറ്റിദ്ധാരണയാണ്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തെ നിഷേധാത്മകമായല്ല, സംവാദത്തിന്റെ ഒരു സാധ്യതയായി മനസ്സിലാക്കുക എന്നുള്ളതാണ് ആരോഗ്യകരമായ ഒരു സമീപന രീതി എന്ന് പറയുന്നത്. ഇനി കേരളത്തിലെ ക്രൈസ്തവ സഭകൾ BJPയോട് ചേർന്ന് പോയാൽ എന്താണ് ഇവിടെ സംഭവിക്കാൻ പോകുന്ന അപകടം? 25% ക്രിസ്ത്യാനികളുള്ള ഗോവയിൽ BJPയാണ് ഭരിക്കുന്നത്. ബഹുഭൂരിപക്ഷം ക്രൈസ്തവർ ജീവിക്കുന്ന വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഇന്ന് BJP ഭരണം നേടിക്കൊണ്ടിരിക്കുകയാണ്. അവിടങ്ങളിലൊക്കെ ക്രൈസ്തവർ ജീവിക്കുന്നുണ്ട്, അവർ തന്നെ BJP തെരഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യയിലെ ക്രിസ്ത്യാനികളുടെ പൊതുശത്രുവായി BJP അല്ലെങ്കിൽ ഹൈന്ദവ രാഷ്ട്രീയത്തെ ഒക്കെ പ്രദർശിപ്പിക്കുക എന്നുള്ളത് അത്ര നല്ല ഒരു ഉദ്ദേശമുള്ള ആളുകളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നതല്ല. കേരളത്തിലാണോ മതേതരത്വം? ഇനി കേരളത്തിലെ ക്രിസ്ത്യാനികൾ ഈ മതേതരത്വത്തിൽ അല്ലെങ്കിൽ ഇവർ ഇവിടെ സുരക്ഷിതരാണ്? ഈ കഴിഞ്ഞ ഈസ്റ്റർ കാലഘട്ടം ഒക്കെയും കടന്നു വന്ന വിവാദങ്ങളെക്കുറിച്ച് ഇവിടുത്തെ ക്രിസ്ത്യാനികൾക്ക് ഇനിയും തിരിച്ചറിവില്ലാത്തവരാണ്. ദുഃഖവെള്ളിയാഴ്ചയും ഈസ്റ്റർ ദിനവും പ്രവൃത്തി ദിനമാക്കണമെന്നുള്ള നിർബന്ധിച്ചുള്ള ഉത്തരവുകൾ ഇറങ്ങിയ ഗവൺമെന്റ് ഇടതുപക്ഷ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്നാണ്. അർദ്ധ സർക്കാർ സ്ഥാപനമെന്ന് ആയിട്ടുള്ള മിൽമയുടെ മലബാർ യൂണിറ്റിൽ ഇറങ്ങിയ കലണ്ടറിൽ ക്രിസ്ത്യാനികളുടെ ഏറ്റവും വിശേഷ ദിവസമായ ദുഃഖവെള്ളിയും ഈസ്റ്ററും അടക്കമുള്ള വിശേഷ ദിവസങ്ങളെ വളരെ സമർത്ഥമായി ഒഴിവാക്കുകയും
എന്നാൽ മുസ്ലിം സഹോദരങ്ങളുടെ വിശേഷ ദിവസം വളരെ കൃത്യമായി അടയാളപ്പെടുത്തുകയും ചെയ്യുന്നത് നമ്മൾ കണ്ട കാര്യമാണ്. വിഴിഞ്ഞത്ത് സമരം ചെയ്ത ക്രൈസ്തവ സമൂഹത്തെ, തീരദേശ നിവാസികളെ തീവ്രവാദികളെന്ന് വിളിച്ചാക്ഷേപിച്ച ആളെ തന്നെ ന്യൂനപക്ഷക്ഷേമ വകുപ്പ് മന്ത്രിയാക്കി അവരോധിച്ചതിന്റെ ഇരട്ടമുഖവും നമ്മൾ കണ്ടതാണ്. തടവറകളിൽ പതിറ്റാണ്ടുകളായിട്ട് കേരളത്തിലെ ക്രൈസ്തവ ആത്മീയ മനുഷ്യർ കടന്നു ചെല്ലുകയും തടവുപുള്ളികൾക്ക് പ്രത്യാശയുടെയും മാനസാന്തരത്തിന്റെയും സന്ദേശങ്ങൾ നൽകുകയും അവർക്ക് ആശ്വാസത്തിന്റെ ദൂത് പറയാൻ എത്തുകയും ചെയ്യുന്നത് പതിവായിരിക്കെ, ഈ വർഷം ജയിൽ വകുപ്പിന്റെ വളരെ വിചിത്രമായ ഉത്തരവുകൾ ക്രൈസ്തവ പുരോഹിതർക്ക്, ക്രൈസ്തവ ആത്മീയ ശുശ്രൂഷകർക്ക് തടവറകളിലേക്കുള്ള സകല പ്രവേശനവും നിരോധിച്ചുകൊണ്ടുള്ള ഉത്തരവ് നമ്മൾ ഇറങ്ങിയത് കണ്ടു. പിണറായി വിജയന്റെ കാലു പിടിക്കേണ്ടി വന്നു പിന്നെ വളരെ ഔദാര്യപൂർവ്വം വീണ്ടും പ്രവേശനം അനുവദിപ്പിക്കാൻ വേണ്ടിയിട്ട്. ചങ്ങനാശ്ശേരിയിൽ റംസാൻ കാലത്ത് നോമ്പ് മുഴങ്ങുന്നത്, നോമ്പ് തുറക്കി സൈറൺ മുഴക്കുന്നതിന്റെ വിചിത്ര ഉത്തരവ് ഇറങ്ങിയത് ഈ അടുത്ത കാലത്താണ്. അതേ കേരളത്തിലാണ് ക്രൈസ്തവർക്ക് അവരുടെ വിശേഷ ദിവസങ്ങൾ പോലും, ദുഃഖവെള്ളിയാഴ്ചയും ഈസ്റ്ററും പോലും നിർബന്ധിത ജോലി ദിവസങ്ങളാക്കി ഇവിടുത്തെ സർക്കാർ ക്രമീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കേരളത്തിലെ ക്രിസ്ത്യാനികൾ ഇവിടം ഭരിക്കുന്ന ഇടതുമുന്നണിയുടെ ഈ കാലഘട്ടത്തിൽ സുരക്ഷിതരാണെന്നാണോ പറഞ്ഞു വരുന്നത്? ഇവിടുത്തെ ന്യൂനപക്ഷങ്ങൾക്ക് ലഭിക്കേണ്ട അവകാശങ്ങൾ, ആനുകൂല്യങ്ങൾ കൃത്യമായി ന്യൂനപക്ഷങ്ങളുടെ ആനുപാതികമായ സംഖ്യ അനുസരിച്ചാണോ വിതരണം ചെയ്യുന്നതെന്ന് ബന്ധപ്പെട്ടവർ ഒന്ന് വ്യക്തമാക്കുന്നത് നല്ലതാണ്. കേരളത്തിലും ക്രിസ്ത്യാനികൾ സുരക്ഷിതരല്ല എന്നുള്ളതാണ് പരമമായ സത്യം. ക്രൈസ്തവരുടെ കടുത്ത വിവേചനം സാമൂഹിക, രാഷ്ട്രീയ, മതമേഖലകളിൽ ക്രൈസ്തവർ ഇന്ന് കേരളത്തിലും നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ RSSനോട് മാത്രം അല്ലെങ്കിൽ BJP പാർട്ടിയോട് മാത്രം ചില സൗഹാർദ്ദങ്ങൾ കാണിക്കുന്നത് എങ്ങനെയാണ് അപരാധമായിട്ട് മാറുന്നത്? ആർക്കാണ് BJPയെ ഇത്ര ഭയപ്പെടേണ്ട കാര്യമുള്ളത്? കേരളത്തിലെ ക്രൈസ്തവർക്ക് താല്പര്യമുള്ളവർ BJPക്ക് വോട്ട് ചെയ്താൽ ഇവരെ ആർക്കാണ് വിരളി പിടിക്കേണ്ടി വരുന്നത്? ഇനി ആതിഥ്യ മര്യാദയെക്കുറിച്ചാണെങ്കിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സ്വീകരിച്ചതോ കേരളത്തിലെ BJP നേതാക്കളെ സ്വീകരിച്ചതോ ആതിഥ്യ മര്യാദ ക്രൈസ്തവ ആത്മീയതയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. ശത്രുവെന്നോ മിത്രമെന്നോ വകതിരിവില്ലാതെ വീട്ടിൽ വരുന്നവനെ ഉപചാരപൂർവ്വം, സ്നേഹപൂർവ്വം സ്വീകരിക്കുക എന്നുള്ളത് ക്രൈസ്തവ സംസ്കാരത്തിന്റെ ഭാഗമാണ്. തിരുവമ്പാടിയിൽ വർഷങ്ങൾക്ക് മുമ്പ് നേരി വിളിച്ചു പറഞ്ഞ ഒരു മെത്രാനെ നികൃഷ്ടജീവി എന്ന് വിളിച്ച ശ്രീ പിണറായി വിജയൻ പിന്നീട് താമരശ്ശേരി അരമനയിൽ ചെന്നപ്പോൾ പ്രഭാത ഭക്ഷണം ഒരുക്കി വളരെ സൗഹാർദ്ദപൂർവ്വമാണ് സ്വീകരിച്ചത്. പഴയ ആക്ഷേപത്തിന്റെ കണക്ക് അവിടെ ആരും പറഞ്ഞിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ക്രൈസ്തവ സഭകൾ ഏതെങ്കിലും തീവ്ര ഹൈന്ദവ സഭകളാൽ എവിടെ ഇന്ത്യയുടെ ഭാഗങ്ങളിൽ ആക്രമിക്കപ്പെടുമ്പോൾ ഇവിടെ ശത്രുത കാണിക്കണമെന്നുള്ള ആരോപണം തികച്ചും ബാലിശമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇസ്ലാമിക ഭീകരവാദികളാൽ ആക്ഷേപിക്കപ്പെടുന്ന അല്ലെങ്കിൽ പീഡിപ്പിക്കപ്പെടുന്ന, കൊല ചെയ്യപ്പെടുന്ന ക്രൈസ്തവരുടെ പേരിൽ കേരളത്തിലെ മുസ്ലിങ്ങളോട് നമ്മൾ വൈരാഗ്യ ബുദ്ധിയിൽ, ശത്രുതയിൽ ജീവിക്കാറില്ലല്ലോ. അപ്പോൾ അവിടെയൊക്കെ നാം പുലർത്തുന്ന ന്യായം ഇതൊക്കെ ഒരു കൂട്ടം തീവ്ര നിലപാടുകാരുടേതാണ്. പൊതുസമൂഹത്തിന്റെ വിശാലമായ ഹൃദയം നമുക്ക് മുമ്പിലുണ്ട്. ആ വിശാലമായ കാഴ്ചപ്പാട് എന്തുകൊണ്ടാണ് ഹൈന്ദവ മതത്തോടും BJP പാർട്ടിയോടും പുലർത്തുന്നതിൽ ചിലർക്ക് അസ്വസ്ഥത വരുന്നത്? ഈ രണ്ടു ന്യായമാണ്, രണ്ടു രീതിയിലുള്ള നീതിബോധമാണ് മനസ്സിലാക്കാൻ പറ്റാതെ പോകുന്നത്. അതിലെ ആത്മാർത്ഥതയില്ലായ്മയും കാപട്യവുമാണ് നമുക്ക് കൃത്യമായി തിരിച്ചറിവ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇതൊരു വിവാദത്തിന്റെ വിഷയമല്ല. രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രിയോട്, രാജ്യം ഭരിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തോട് യുദ്ധം ചെയ്തും കലഹിച്ചും ഇവിടുത്തെ ചെറുന്യൂനപക്ഷമായ ക്രൈസ്തവർക്ക് മുൻപോട്ട് പോകാൻ പറ്റില്ല. സംഭാഷണവും സൗഹൃദവും സംവാദവുമാണ് എവിടെയും സഹിഷ്ണുതയോടെയുള്ള സഹവർത്തിത്വത്തിന്റെ അടിസ്ഥാന കാരണങ്ങളായിട്ട് മാറിയിട്ടുള്ളതെങ്കിൽ ഭാരതത്തിലും BJPയോടൊന്നല്ല, ഏത് തീവ്ര നിലപാടുകളുള്ള സംഘടനകളോടും ഇനിയത്തെ കാലത്ത് ക്രൈസ്തവർ ശീലിക്കേണ്ടത് ഈ ഒരു സംവാദത്തിന്റെ, സൗഹൃദത്തിന്റെ, സംഭാഷണത്തിന്റെ ശൈലിയാണ്. പരസ്പരമുള്ള തെറ്റിദ്ധാരണകളുടെ മഞ്ഞുരുകുന്നതിന്, സഹിഷ്ണുതയോടെ ജീവിക്കുന്നതിന് ക്രൈസ്തവർ ആർക്കും ഭീഷണിയല്ലെന്നും വെല്ലുവിളിയല്ലെന്നും യഥാവിധി ബോധ്യപ്പെടുത്തി കൊടുക്കുന്നതിന് ഇത്തരം സന്ദർശനങ്ങളും സംഭാഷണങ്ങളും സൗഹൃദ കൂട്ടായ്മകളും ഉപകരിക്കുമെങ്കിൽ നാം എന്തിനാണ് അതിനെ ഭയപ്പെടുന്നത്?
അതിനെ ഭയപ്പെടുന്നുണ്ടെങ്കിൽ അത് ക്രൈസ്തവരുടെ നന്മ ആഗ്രഹിക്കുന്നവരല്ല. 2008 കാൻഡമാൻ കലാപത്തിന്റെ കഥയെക്കുറിച്ചാണ് നിങ്ങൾക്ക് പറയാനുള്ളതെങ്കിൽ അന്ന് ആരായിരുന്നു ഭാരതം ഭരിച്ചത്? ഏറ്റവും വലിയ മതേതര മുന്നണിയായിട്ടുള്ള UPA മുന്നണിയല്ലേ? അപ്പോൾ അവർക്ക് ഈ കാൻഡമാനിലെ കഴിഞ്ഞ ക്രൈസ്തവ സഭകളുടെ 2000 വർഷത്തെ ചരിത്രത്തെ എടുത്തു നോക്കിയാൽ അതിലേറ്റവും വലിയ പീഡനമാണ് കാൻഡമാനിൽ നടന്നത്. 100-ലധികം ആളുകൾ കൊല ചെയ്യപ്പെട്ടതാണ്. 7000-ഓളം മനുഷ്യർ ഭവനരഹിതരായി മാറിയതാണ്. 150-ലേറെ ദേവാലയങ്ങൾ അഗ്നിക്കിരയാക്കപ്പെട്ടതാണ്. ആരാണെന്ന് രാജ്യം ഭരിച്ചത്? ആ രാഷ്ട്രീയ മുന്നണിയോടും പ്രസ്ഥാനത്തോടും അതിന്റെ പേരിൽ ക്രിസ്ത്യാനികൾ അകൽച്ച കാണിച്ചിട്ടുണ്ടോ? അപ്പോൾ ഇവിടെ ക്രൈസ്തവ സഭകളുടെ ഈ ഒരു സംവാദത്തിന്റെയും സംഭാഷണത്തിന്റെയും ശ്രമങ്ങളെ ആരും വോട്ട് ബാങ്ക് രാഷ്ട്രീയമായി തെറ്റിദ്ധരിക്കേണ്ടതില്ല. ഭൂരിപക്ഷം വരുന്ന ഹൈന്ദവ സമൂഹത്തോടുള്ള സംഭാഷണത്തിനും സൗഹൃദത്തിനുമുള്ള തുറന്ന സാധ്യതകളായി അതിനെ മനസ്സിലാക്കുകയാണ് ഇവിടെ കരണീയമായിട്ടുള്ളത്. അത്തരം വിവേകത്തിന്റെ നിലപാടുകൾ എടുത്താൽ പ്രത്യാശയുടെ ഈ ഈസ്റ്റർ കാലത്തെ അനാവശ്യ വിവാദങ്ങളുടെ പുകമറകളിൽ നിന്ന് നമുക്ക് സുരക്ഷിതമാക്കാൻ പറ്റും. ആ ഒരു വെളിച്ചം വിവാദങ്ങളുടെ പിറകെ പോകുന്നവരിൽ ഉണ്ടാവട്ടെ എന്നും സംഭാഷണത്തിന്റെയും സൗഹാർദ്ദത്തിന്റെയും വിശാല വാതിലുകൾ തുറന്നിടാനുള്ള ആർജവത്വം ക്രൈസ്തവ സഭകൾക്ക്, ആത്മീയ ആചാര്യന്മാർക്ക് എന്നും ഉണ്ടാവട്ടെ എന്നും ഹൃദയപൂർവ്വം ആശിക്കുകയാണ്. നന്ദി.